യൂണിറ്റ് 2 ബിയോണ്ട് 1000 അത് കണ്ടിന്യൂ ചെയ്യാണ്. കാർ റേസ്. Car race. The car race is going on in the car race circuit. 1000 points are got for finishing each round. The number of rounds completed by each car is given below. Calculate their points. Car race നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ റൗണ്ട് ഫിനിഷ് ചെയ്യുമ്പോഴും അവർക്ക് എത്ര പോയിന്റ്സ് കിട്ടും? 1000 പോയിന്റ്സ് കിട്ടും. അപ്പൊ ഓരോ കാറും കംപ്ലീറ്റ് ചെയ്ത റൗണ്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ചൂടെ. അപ്പൊ അവരുടെ പോയിന്റ്സ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ കണ്ടോ ടേബിളിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, നെയിം ഓഫ് കാർ, റൗണ്ട്, പോയിന്റ്. അപ്പൊ അതവിടെ എന്താണ്, ഫസ്റ്റ് കാർ മിക്കി കാർ ആണ്. മിക്കി കാർ എത്ര റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു? 1 റൗണ്ട് ആണ്. അപ്പൊ പോയിന്റ് എത്ര കിട്ടുക? 1000 ആണ് അല്ലെ. ദെൻ സ്കൈ ബി 5 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എത്ര പോയിന്റ്സ് കിട്ടും? 5000 കിട്ടും അല്ലെ. അപ്പൊ 5000. ബഗ്ഗി കാർ 3 റൗണ്ട് ഫിനിഷ് ചെയ്തു. അപ്പൊ എത്ര പോയിന്റ്? 3000. ആൽഫ 6 റൗണ്ട് ഫിനിഷ് ചെയ്തു. അപ്പൊ എത്ര പോയിന്റ്സ് കിട്ടും? 6000 കിട്ടും. ദെൻ ടോമോ കാർ 7 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തു. 7000 പോയിന്റ് കിട്ടും. ഫ്ലോറ കംപ്ലീറ്റ് ചെയ്തത് 4 റൗണ്ട് ആണ്. 4000 നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഫ്രെഡി 8 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എത്രയാ വരിക? 8000. സ്പീഡി 9 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എത്രയാ വരിക? 9000 പോയിന്റ് കിട്ടും. ടോട്ടോ കാർ കംപ്ലീറ്റ് ചെയ്തത് 10 റൗണ്ട്സ് ആണ്. അപ്പൊ എത്ര പോയിന്റ് വരിക? 10,000 ആണ് അല്ലെ. എത്ര 10,000 എന്ന് പറഞ്ഞാല് 10,000 അല്ലേ. പോയിന്റ് 10,000 എന്ന് എഴുതാം. ബോണി കാർ 2 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എത്രയാ വരിക? 2000 പോയിന്റ്സ് എന്ന് എഴുതാം കേട്ടോ. അക്കോർഡിംഗ് ടു ദ പോയിന്റ്സ് ഗോട്ട് ബൈ ദ കാർസ് റൈറ്റ് ദയർ നെയിംസ് ഇൻ ഓർഡർ. അതായത് ഓരോ കാർസിനും കിട്ടിയ പോയിന്റ് അനുസരിച്ചിട്ട് അവരുടെ നെയിമുകള്, പേരുകള് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. റൈറ്റ് ദം ഇൻ ഡിഫറെന്റ് വേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർഡറിൽ എഴുതാൻ പറയാൻ നമുക്കൊന്നുമില്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അതുപോലെ തന്നെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം അല്ലെ. അതായത് അസെൻഡിങ് ഓർഡർ പറഞ്ഞാൽ അറിയാലോ എന്താണ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. കുറവ് പോയിന്റ്സ് കിട്ടിയ കാറ് തൊട്ടിട്ട് എന്ത് ചെയ്യാം, കൂടുതൽ പോയിന്റ്സ് കിട്ടിയ കാറ് അങ്ങനെ അനുസരിച്ച് എഴുതാം. അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാല് എന്താണ്, കൂടുതൽ പോയിന്റ്സ് കിട്ടിയ കാറ് തൊട്ടിട്ട് കുറവ് പോയിന്റ്സ് കിട്ടിയ കാറിന്റെ പേര് വരെ എഴുതുക കേട്ടോ. ലെറ്റ്സ് ക്ലൈംബ് അപ്പ്. റൈറ്റ് ദ നമ്പർ ഓൺ ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പിലും നമ്പർ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നോക്കൂ, ഫസ്റ്റ് സ്റ്റെപ്പില് എത്രയാ നമ്പർ? 1000 ആണ് അല്ലെ. ഒരു 1000 എന്ന് പറയുന്നത് 1000 ആണ്. നെക്സ്റ്റ് നോക്കുക, 2 സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ 1000ഉം 1000ഉം അപ്പൊ എത്രയാ? 2000 എന്ന് പറഞ്ഞാല് 2000 അല്ലെ. നെക്സ്റ്റ് 3 സ്റ്റെപ്സ് ഉണ്ട്. 1000 1000 1000 അപ്പൊ 3000 എന്ന് പറഞ്ഞാല് 3000. ദെൻ 4 സ്റ്റെപ്സ് ഉണ്ട്. 1000 1000 1000 1000 എഴുതാം. അപ്പൊ എത്രയാ വരിക? 4000 എന്ന് പറഞ്ഞാല് 4000. ദെൻ 5000 എന്ന് പറഞ്ഞാൽ 5000. 6000 എന്ന് പറഞ്ഞാൽ 6000. 7000 എന്ന് പറഞ്ഞാൽ 7000. 8000 എന്ന് പറഞ്ഞാൽ 8000. 9000 എന്ന് പറഞ്ഞാൽ 9000. 10,000 എന്ന് പറഞ്ഞാല് 10,000 അല്ലെ. അങ്ങനെ എഴുതുക കേട്ടോ. ഡ്രോ ദ പോയിന്റ്സ് സ്കൈ ബി കാർ ഗോട്ട് ഇൻ ദ അബാക്കസ്. അതായത് സ്കൈ ബി കാറിന് കിട്ടിയ പോയിന്റ്സ് അബാക്കസിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്കൈ ബി കാറിന് എത്ര പോയിന്റ്സ് ആ കിട്ടിയത്? 5000 പോയിന്റ്സ് ആണ് അല്ലെ. നമ്മൾ എങ്ങനെയാ അത് നമ്മൾ അബാക്കസിൽ വരയ്ക്കാം? 5 ബീഡ്സ് 1000 പൊസിഷനിൽ വരച്ചാൽ മതി അല്ലെ. 5 ഓഫ് 1000s മേക്ക് 5000 എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഡ്രോ ദ പോയിന്റ് സ്പീഡി കാർ ഗോട്ട് ഇൻ ദ അബാക്കസ്. സ്പീഡി കാറിന് എത്ര പോയിന്റ്സ് ആണോ കിട്ടിയത് അത് അബാക്കസിൽ വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സ്പീഡി കാറിന് എത്ര പോയിന്റ്സ് ആ കിട്ടിയത്? 9000 പോയിന്റ്സ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാ അത് അബാക്കസിൽ വരയ്ക്കുക? 9 ബീഡ്സ് 1000 പൊസിഷനിൽ വരച്ചു കൊടുക്കുക കേട്ടോ. ഇതെങ്ങനെ വരയ്ക്കാം? എന്താണ് പറഞ്ഞിരിക്കുന്നത്? 9 ഓഫ് 1000s മേക്ക് 9000. 9 ആയിരങ്ങൾ എത്രയാണ്? 9000 ആണ് അല്ലെ. 10 ഓഫ് 1000s മേക്ക് എത്രയാ? 10 ഓഫ് 1000s എന്ന് പറഞ്ഞത് എത്രയാ? 10,000 ആണ് അല്ലെ. 10 ആയിരങ്ങൾ ചേർന്നാൽ എത്രയാ? 10,000 ആണ് അല്ലെ. വാട്ട് അബൌട്ട് 20 ഓഫ് 1000s? അതായത് 20 ആയിരങ്ങൾ ചേർന്നാൽ എത്രയാവും എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയാ? 20,000s ആണ് അല്ലെ. 20,000 എന്ന് എഴുതാം. റൈറ്റ് ദ സംസ്. ഇവിടെ കണ്ട ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലെ. 10 എന്ന് പറയുന്നത് 5 + 5 10 ആണ്. 6 + 4 10 ആണ്. 7 + 3 10 ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? 8 + 2 10 ആണ്. 9 + 1 10 എന്ന് എഴുതാം അല്ലെ. നെക്സ്റ്റ് 100 നോക്കൂ. 50 + 50 50 + 50 100 ആണ്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? 60 + 40 100 ആണ്. 70 + 30 100 ആണ്. 80 + 20 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്താൽ 90 + 10 100 ആണ്. നെക്സ്റ്റ് 1000 അല്ലെ. 1000 എന്ന് പറയുമ്പോൾ 500 + 500 1000 നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ എങ്ങനെ എഴുതാം? 600 + 400 1000 ആണ്. 700 + 300 1000 ആണ്. 800 + 200 1000 ആണ്. 900 + 100 1000 എന്ന് എഴുതാം. നെക്സ്റ്റ് 10,000 5000 + 5000 നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. പിന്നെ എങ്ങനെ എഴുതാം? 6000 + 4000
10,000 ആണ്. 7,000 plus 3,000 10,000 ആണ്. 8,000 plus 2,000 10,000 ആണ്. 9,000 plus 1,000 10,000 ആണ്. ഇങ്ങനെ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് സ്പീഡോമീറ്റർ. Before the race, Toto car had done 1,000 kilometers. 1 lap of the race is 1 kilometer. എന്താണ്, കാർ ഓട്ട മത്സരം തുടങ്ങുന്നതിന് മുന്നേ ടോട്ടോ കാർ 1000 കിലോമീറ്റർ ഓടിയിരുന്നു. മത്സരത്തിലെ ഒരു ലാപ്പ് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മീറ്റർ കാണിച്ചിട്ടുണ്ട് കേട്ടോ. 1000 എന്ന് കാണിച്ചിരിക്കുന്നത് കണ്ടോ, ടോട്ടോ കാറിന്റെ മീറ്ററിൽ കാണിക്കുന്നതാണ് കേട്ടോ 1000 എന്നുള്ളത്. ഈ കംപ്ലീറ്റ് ദ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ലാപ്പ് എന്നും ഇൻ സ്പീഡോമീറ്റർ എന്നും കാണിച്ചിട്ടുണ്ട് അല്ലെ ടേബിളില്. അതായത് 1 ലാപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കാറിന്റെ സ്പീഡോമീറ്ററിൽ എത്രയാണ് കാണിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എത്ര കാണിക്കുക, ഓൾറെഡി 1000 ഓടിയതാണ് അല്ലെ. 1000ന്റെ കൂടെ 1 കൂടി വന്നാൽ 1001 എന്ന് കാണിക്കണം. ദെൻ സെക്കൻഡ് ലാപ്പ് ഓടിക്കഴിഞ്ഞാല് എത്രയാണ് കാണിക്കുക, 1000 plus 2 ആണ് അല്ലെ, 1002 ആണ്. ദെൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. തേർഡ് ലാപ്പ് ആകുമ്പോൾ 1000 plus 3 1003. 4 ലാപ്പ് ആണെങ്കിൽ 1000 plus 4 1004. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. Then what would be the speedometer reading after 11 laps? അതായത് 11 ലാപ്പ് ഓടിയാല് സ്പീഡോമീറ്ററിൽ എത്രയാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എത്രയാവുക, 1000 plus 11 അല്ലെ. എത്രയാ വരിക, 1011. അപ്പൊ ആഫ്റ്റർ 15 ലാപ്സ് ആണെങ്കിലോ 1000 plus 15 1015. ആഫ്റ്റർ 25 ലാപ്സ് 1000 plus 25 1025. റൈറ്റ്, ഡ്രോ ആൻഡ് റീഡ്. ഇവിടെ ഒരു ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അതായത് നമുക്ക് തന്നിരിക്കുന്നത് 1000ഉം 1000ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 1001. അതെങ്ങനെയാണ് അബാക്കസിൽ വരയ്ക്കുക എന്നുള്ളതും കൂടി കാണിച്ചിട്ടുണ്ട്. അതുപോലെ 1010 വരെ എങ്ങനെയാണ് അബാക്കസിൽ വരയ്ക്കുക, അതെങ്ങനെയാണ് ഫിഗറിൽ എഴുതുക, അതെങ്ങനെയാണ് വേർഡ്സിൽ എഴുതുക എന്നുള്ളതാണ് കേട്ടോ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ബണ്ടിൽസ് തന്നിട്ടുണ്ട് അല്ലെ. സ്റ്റിക്കിന്റെ ഒരു ബണ്ടിലാണ്. ആ ബണ്ടിലില് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റിക്സ് 1000 ആണെന്ന് കാണിച്ചിട്ടുണ്ട് അല്ലെ. ദെൻ ഒരു സ്റ്റിക്കും കൂടി വന്നാൽ അപ്പൊ എത്രയാ, 1000ന്റെ കൂടെ 1 എത്രയാ, 1001. എത്ര വരിക, 1001 എന്ന ആൻസർ വരും അല്ലെ. അവിടെ ചെയ്ത് കാണിക്കണം കേട്ടോ. 1000 plus 1 എത്രയാ വരിക, 1001. അവിടെ ഫില്ല് ചെയ്യണം. അത് വേർഡിലും എഴുതണം, അതുപോലെ തന്നെ ഫിഗറിലും എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അബാക്കസിൽ എങ്ങനെയാന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാ വരിക, 1000ന്റെ പൊസിഷനിൽ 1 ബീഡും ദെൻ 1ന്റെ പൊസിഷനിൽ 1 ബീഡും. അവിടെ അബാക്കസിൽ TH എന്ന് കാണിക്കുന്നത് 1000 ആണ്. H എന്ന് കാണിക്കുന്നത് 100 ആണ്. T എന്ന് കാണിക്കുന്നത് 10 ആണ്. O എന്ന് കാണിക്കുന്നത് 1 ആണ്. ദെൻ നെക്സ്റ്റ് നോക്കുക, 1000 plus 2 ആണ് അല്ലെ. 1000 സ്റ്റിക്സും ഉണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ 2 സ്റ്റിക്സും ഉണ്ട് അല്ലെ. അപ്പൊ എത്രയാ, 1000 plus 2 പറഞ്ഞാൽ 1002 ആണ് അല്ലെ. അവിടെ എന്ത് ചെയ്യാം, വേർഡിലും എഴുതണം, ഫിഗറിലും എഴുതുക. അത് അബാക്കസിൽ വരച്ച് കാണിക്കണം കേട്ടോ. അവിടെ ചെയ്തിട്ടില്ല. അപ്പൊ എങ്ങനെയാ വരിക, 1000ന്റെ പൊസിഷനിൽ 1 ബീഡ്. ദെൻ 1 പൊസിഷനിൽ എത്ര ബീഡ്സ് വരയ്ക്കണം, 2 ബീഡ്സ് വരയ്ക്കണം അല്ലെ. 2 ബീഡ്സ് വരയ്ക്കണം കേട്ടോ. നെക്സ്റ്റ് നോക്കുക, 1004 ആണ്. ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. 1004 നിന്ന് എഴുതുക, അത് വേർഡിലും എഴുതുക, ഫിഗറിലും എഴുതുക. ദെൻ അബാക്കസിൽ വരയ്ക്കണം. എത്രയാ, 1000 പൊസിഷനിൽ 1 ബീഡ്. 1 പൊസിഷനിൽ അപ്പൊ എത്ര വരയ്ക്കും, നമ്മൾ എത്ര ബീഡ്സ് വരയ്ക്കും, 4 ബീഡ്സ് അല്ലെ. അങ്ങനെ വരയ്ക്കുക. ദെൻ 1006 എഴുതുക. എത്ര അബാക്കസിൽ വരയ്ക്കുക, 1000 പൊസിഷനിൽ 1 ബീഡ്, 1 പൊസിഷനിൽ 6 ബീഡ്സ് അല്ലെ. ദെൻ 1005 ആണ്. 1005 എന്ന് എഴുതുക. 1000 പൊസിഷനിൽ 1 ബീഡും 1 പൊസിഷനിൽ 5 ബീഡ്സും. അങ്ങനെ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ 1010 വരുമ്പോ എങ്ങനെയാ വരിക, 1010 അബാക്കസിൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. 1000 പൊസിഷനിൽ 1 ബീഡും 10 പൊസിഷനിൽ 1 ബീഡും. അതല്ലേ 1010. അങ്ങനെ വരയ്ക്കുക കേട്ടോ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ യൂണിറ്റിലെ ബാക്കി പോർഷൻസ് നോക്കാം. ഓക്കെ, ബൈ.